എറണാകുളം കീഴില്ലം സ്കൂളിലെ റാഗിംഗ് ചെറുത്ത വിദ്യാർത്ഥിയെ ആക്രമിച്ച വിദ്യാർത്ഥികളെ സംരക്ഷിച്ച് സ്കൂൾ അധികൃതർ. സംഭവം നടന്ന് ഒരാഴ്ചയായിട്ടും അക്രമികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. സ്കൂൾ അധികൃതർ സംഭവം നിസ്സാരവൽക്കരിക്കുകയാണ് എന്ന് ഇരയായ വിദ്യാർത്ഥിയുടെ അമ്മ പറയുന്നു. ആ വാക്കുകളിലേക്ക് നമുക്ക് ആ പ്രതികരണത്തിലേക്ക് പിന്നീട് വരാം. മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ, ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എറണാകുളം കീഴില്ലം സ്കൂളിലെ സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നത് എന്ന് വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കീഴില്ലം സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഏതാണ്ട് 20ഓളം പേർ ചേർന്ന് +1 വിദ്യാർത്ഥിയായിട്ടുള്ള 16 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അത് റാഗിംഗ് ചെറുത്തതിനെ തുടർന്ന് അതിന് പിന്നാലെ വൈരാഗ്യം എന്നുള്ള നിലയ്ക്ക്, പ്രതികാരം എന്ന നിലയ്ക്കാണ് ശുചിമുറിയിൽ വെച്ച് ഇത്തരത്തിൽ കൂട്ട മർദ്ദനം നടന്നത്. മാത്രമല്ല, ചില ലൈംഗിക വൈകൃതങ്ങൾക്ക് ഈ കുട്ടിയെ ഈ +2 വിദ്യാർത്ഥികൾ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. പക്ഷേ ഈ സംഭവം നടന്ന് ഇന്നത്തേക്ക് ഒരു ദിവസം പിന്നിട്ടിട്ടും ഈ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ, ആരോപണ വിധേയരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും സ്കൂൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ റാഗിംഗ് നടന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂൾ അധികൃതർ ഈ ആദ്യഘട്ടത്തിൽ ഈ വിദ്യാർത്ഥിയുടെ അമ്മ സ്കൂൾ അധികൃതരെ സമീപിച്ചപ്പോൾ നൽകിയ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ +1 വിദ്യാർത്ഥികളുടെ ശുചിമുറിയിലേക്ക് +2 വിദ്യാർത്ഥികൾ കൂട്ടമായി ഇരച്ചു കയറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ഈ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ CCTV ദൃശ്യങ്ങളടക്കം തന്നെ ഈ അധികൃതർക്കൊപ്പം ഇരുന്നാണ് അമ്മ പരിശോധിച്ചത്. എന്നിട്ട് പോലും ഈ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ വളരെ നിസ്സാരമായാണ് ഇതിനെ കണ്ടത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, സ്കൂൾ അധികൃതർ ഇതുവരെ ഇതുമായി ഒരു പരാതി പോലീസിൽ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു അന്വേഷണ വിധേയമായിട്ടെങ്കിലും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളുടെ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ മറ്റു രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ഈ സ്കൂളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ഈ മാർച്ചിലുണ്ടായിരുന്നു. ഇവർ സ്കൂൾ മാനേജറുമായും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായി ചർച്ച നടത്തി. ചെറിയ രീതിയിലൊരു വാക്കേറ്റമെല്ലാം ഉണ്ടായെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് ഒരു ആൻറ്റി റാഗിംഗ് സെല്ല് രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിൽ സമർപ്പിക്കാമെന്നും ബന്ധപ്പെട്ടവർക്കെതിരെ ഉടൻ നടപടിയെടുക്കാമെന്നും ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം സമാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ കുട്ടിയെ ക്രൂരമായി ശുചിമുറിയിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തത് ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്, അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദ്. എറണാകുളം കീഴില്ലം സ്കൂളിലെ റാഗിംഗ് ചെറുത്ത വിദ്യാർത്ഥിയെ ആക്രമിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സംരക്ഷിക്കുന്നു എന്നുള്ള പരാതിയാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ അക്രമത്തിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മ ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.